ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ് ഹിന്ദിയിലെ 4ാമത്തെ യൂണിറ്റിലെ, അതായത് 10ാമത്തെ പാഠഭാഗത്തിലെ ക്വസ്റ്റ്യനും ആൻസറുമാണ്. ടെക്സ്റ്റൽ ക്വസ്റ്റ്യനും ആൻസറുമാണ്. നമ്മൾക്ക് ആക്ടിവിറ്റീസ് പഠിക്കാനുണ്ട്. ഓക്കെ, നമ്മൾക്ക് 1ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. अपनी पहचान जानने के लिए दूसरे का मोह जोहते रहना, इससे आपने क्या समझा? अपनी पहचान जानने के लिए, സ്വന്തം ഐഡന്റിറ്റി അറിയാൻ, നമ്മളെക്കുറിച്ച് അറിയാൻ, ദൂസരേക്ക മുഹ് ജോഹത്തെ രഹിന, മറ്റുള്ളവരെ പ്രതീക്ഷിച്ചിരിക്കുക, ഇസസെ ആപ്പിനെ ക്യാ സമച്ച, ഇതിൽ നിന്ന് താങ്കൾക്ക് എന്ത് മനസ്സിലായി? എന്താണ് താങ്കൾക്ക് ഇതിൽ നിന്നും മനസ്സിലായത്? ഉത്തരം നോക്കാം. ഹർ മനുഷ്യക്ക അപ്പന ആത്മാഭിമാൻ ഹോത്താഹെ. ഹർ മനുഷ്യക്ക, ഓരോ മനുഷ്യനും, അപ്പന ആത്മാഭിമാൻ ഹോത്താഹെ, സ്വയം തൻ്റെതായൊരു ആത്മാഭിമാനമുണ്ട്. ഉസെ സ്വയം സമജ്ന ചാഹിയെ, അത് സ്വയം മനസ്സിലാക്കണം. നമ്മളത് സ്വയം നമ്മളെ ആത്മാഭിമാനത്തെക്കുറിച്ച് മനസ്സിലാക്കണം. ഇസ്കേലിയെ, ഇതിനു വേണ്ടി ദൂസരേക്ക് പ്രതീക്ഷ മത്ത് കരെ, ഇതിനു വേണ്ടി തന്റെ ആത്മാഭിമാനം അറിയാൻ ദൂസരോക്ക് പ്രതീക്ഷ മത്ത് കരെ, ദൂസരേക്ക് പ്രതീക്ഷ, മറ്റുള്ളവരെ പ്രതീക്ഷിക്കരുത്. പ്രതീക്ഷ മത്ത് കരെ എന്നാൽ പ്രതീക്ഷിക്കരുത്. ഇതാണ് ഇതിന്റെ ആൻസർ. ഇനി 2ാമത്തെ ക്വസ്റ്റ്യൻ. की तुम्हारा इतिहास तुमने नहीं उसने लिखा है, इसमें किस बात की ओर संकेत है? की എന്തെന്നാൽ തുമാര ഇതിഹാസ്, നിങ്ങളുടെ ഹിസ്റ്ററി, നിങ്ങളുടെ ചരിത്രം, തുമ്നെ നിങ്ങൾ, നെഹീം നിങ്ങളല്ല, ഉസ്നെ ലിഖാഹെ അവനാണ് എഴുതിയിരിക്കുന്നത്. അതായത് മറ്റൊരാളാണ് നിങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഇസ്മേ കിസ് ബാത് കി ഓർ സംഗീത് ഹെ, ഇതിൽ ഏതിനെ കുറിച്ചാണ് ഇത് സൂചിപ്പിക്കുന്നത്? ഈ വാക്ക് ഏതിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം നോക്കാം. ഹർ മനുഷ്യക്ക് അപ്പനെ ഗുണ ഹോത്തെ ഹെ, ഹർ മനുഷ്യക്ക്, ഓരോ മനുഷ്യനും, അപ്പനെ ഗുണ ഹോത്തെ ഹെ, തൻ്റെതായ സ്വയം ഗുണങ്ങളുണ്ട്. ലേക്കിൻ എന്നാൽ, മനുഷ്യ അപ്പനെ ഗുണ്, എന്നാൽ മനുഷ്യൻ തൻ്റെതായ ഗുണം സ്വയം പഹചാനത്തെ നെഹിം, സ്വയം തിരിച്ചറിയുന്നില്ല. ഉസ്കേലിയെ, അതിനുവേണ്ടി, തന്നെക്കുറിച്ച് തിരിച്ചറിയാൻ വേണ്ടി, ദൂസരേക്ക് പ്രതീക്ഷ കർത്തയെ, മറ്റുള്ളവരെ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, 3ാമത്തെ ക്വസ്റ്റ്യൻ. कि आत्मसम्मान से बड़ी कोई चीज नहीं होती, इन पंक्तियों पर अपना विचार प्रकट करें. कि എന്തെന്നാൽ, ആത്മസമ്മാൻ സെ, ആത്മാഭിമാനം, ബഡി കോയി ചീസ് നെഹി, ഒരു വലിയ വസ്തുവല്ല. ഇൻ പങ്ക്തിയോ पर अपना विचार प्रकट करें, അതായത് ആത്മാഭിമാനത്തെക്കാൾ വലിയ മറ്റൊരു വസ്തുവുമില്ല. ആത്മസമ്മാൻ സെ, ആത്മാഭിമാനത്തെക്കാൾ, ബഡി കോയി ചീസ് നെയ് ഹോത്തി, മറ്റൊരു വസ്തുവില്ല. ആത്മാഭിമാനത്തെക്കാൾ വലുതായിട്ട് മറ്റൊന്നുമില്ല, മറ്റൊരു വസ്തുവുമില്ല. ചീസ് എന്ന വസ്തു, കോയി ചീസ് നെയ്, മറ്റൊരു വസ്തുവില്ല. ഇൻ പങ്ക്തിയോ പർ, ഈ വരികളിൽ, അപ്പന വിചാർ പ്രകട കരെ, തന്റെ അഭിപ്രായം പ്രകടമാക്കുക. ആത്മാഭിമാനത്തെക്കാൾ വലുതായിട്ട് വേറൊന്നുമില്ല എന്നതിൽ താങ്കളുടെ അഭിപ്രായം പ്രകടമാക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. ആൻസർ നോക്കാം. മനുഷ്യക്ക് ആത്മാഭിമാൻ ഹി മഹത്വപൂർണ്ണ, മനുഷ്യന് ആത്മാഭിമാനം തന്നെയാണ് ഏറ്റവും മഹത്വപൂർണമായിട്ടുള്ളത്. അതായത് ഏറ്റവും വലുത് മനുഷ്യന് ആത്മാഭിമാനം തന്നെയാണ്. അതുകൊണ്ട് ഈ കിസീസെ സഹായധനമാകെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ കിസീസെ, ആരോടും സഹായധനമാകെ, സഹായം ആവശ്യപ്പെടരുത്. ദൂസരോം കി കഷ്ടവും കോ സ്വീകാർക്കർ, മറ്റുള്ളവരെ കഷ്ടങ്ങളെ നിങ്ങൾ സ്വീകരിച്ചിട്ട്, അപ്പനെ കഷ്ട ബടാനെ കേലിയെ, അതായത് ദൂസരോം കി കഷ്ടവും കോ സ്വീകാർക്കർ, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളെ സ്വീകരിച്ചിട്ട്, അപ്പനെ കഷ്ടപ്പെടാനേ കേലിയെ, സ്വയം കഷ്ടം ഉയർത്താൻ വേണ്ടി, വർദ്ധിപ്പിക്കാൻ വേണ്ടി, കോയി തയ്യാർ നെയ് ഹോക, ആരും തയ്യാറാവില്ല. അതായത് നമ്മൾ റിസ്ക് എടുത്തുകൊണ്ട് മറ്റൊരാളെ കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത് ആരും ചെയ്യില്ല എന്നർത്ഥം. ദൂസരോംക്ക് കഷ്ടോംക്കോ സ്വീകാർക്കർ, മറ്റുള്ളവരുടെ കഷ്ടങ്ങൾ സ്വീകരിച്ചിട്ട്, അപ്പനെ കഷ്ടപ്പെടാനേക്കില്ല, തൻ്റെ കഷ്ടപ്പാടുകൾ ഉയർത്താൻ, ബുദ്ധിമുട്ടുകൾ ഉയർത്താൻ, കോയി തയ്യാർ നെയ്യോ ഹോക, ആരും തയ്യാറായേക്കില്ല. ഓക്കെ, ഇതാണ് ടെക്സ്റ്റൽ ക്വസ്റ്റ്യനും ആൻസറും. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ആക്ടിവിറ്റീസ് ഉണ്ട്, അത് നോക്കാം. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ പാഠഭാഗം വരെയാണ് നമുക്ക് സെക്കൻഡ് ടൈമിന് ഉണ്ടാവുക. എല്ലാവരും പഠിക്കുക. ഓക്കെ, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് വരാം, അടുത്ത ആക്ടിവിറ്റീസുമായിട്ട് വരാം.